ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. അതിൽ പാലോട് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അതിൽ കൂടുതൽ സേനാ വിന്യാസം ഉണ്ടാകുന്നുണ്ടോ? ഉറപ്പായുമുണ്ട്. പാർലമെന്റിന് സമീപത്ത് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള സേനാ വിന്യാസം ദില്ലി പോലീസ് നടത്തുന്നുണ്ട്. അർദ്ധ സൈനിക വിഭാഗങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പ്രധാന മന്ത്രിമാരുടെ വസതികൾക്കും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേരത്തെ തന്നെ ഇന്റർനെറ്റിന് നിരോധനമുണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ ജന്തർ മന്ദറിനും പരിസര പ്രദേശങ്ങളിലും ജാമർ വെച്ച് ഇന്റർനെറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാകട്ടെ, മെട്രോകൾ, പല മെട്രോകളും പൂർണ്ണമായി തന്നെ അടയ്ക്കുകയാണ്, ഗേറ്റുകൾ അടയ്ക്കുകയാണ്. ജന്തർ മന്ദറിലേക്ക് എത്താൻ കഴിയുന്ന ജൻപത്ത്, പട്ടേൽ ചൗക്ക് അടക്കമുള്ള മെട്രോ സ്റ്റേഷനുകൾ അടച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നു, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ CJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പല ഭാഗങ്ങളിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജന്തർ മന്ദറിൽ നിന്ന് മാത്രമല്ല പാർലമെന്റ് മാർച്ച് നടക്കുന്നത് എന്നതാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പാർലമെന്റിന് സമീപത്ത് പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനൊപ്പം പല ഭാഗങ്ങളിലായി ഈ കൊണാട്ട് പ്ലേസ് അടക്കമുള്ള അതിനിർണായകമായ ദില്ലിയുടെ പല ഭാഗങ്ങളിലും പ്രവർത്തകർ എത്തിച്ചേർന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. കൂട്ടമായൊക്കെ പ്രവർത്തകർ എത്തുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജന്തർ മന്ദറിലുള്ള ആയിരക്കണക്കിന് യുവാക്കൾ കൂടി പുറത്തേക്ക് വന്നാൽ സ്ഥിതി സങ്കീർണമാകും എന്നതാണ് നിലവിലുള്ള വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സുരക്ഷാ പ്രദേശത്തെ ശക്തമാക്കുന്നത്. മാധു, പാർലമെന്റ് കവാടത്തിന് തൊട്ടു മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. തുടരെ അവിടെ കണ്ണീർ വാതക പ്രയോഗം നടക്കുന്നുണ്ട്. കൂടുതൽ സേനാവിന്യാസം ഉണ്ടാകുന്നുണ്ട്. ജന്തർ മന്ദറിൽ നിന്ന് കൂടുതൽ ആളുകൾ PR സുനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. PR സുനിൽ, ജന്തർ മന്ദറിൽ നിന്ന് മാത്രമല്ല ദില്ലിയുടെ പല കേന്ദ്രങ്ങളിൽ നിന്ന് പാർലമെന്റ് ലക്ഷ്യമാക്കി കൂടുതൽ ആളുകൾ CJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നു എന്നതാണ്. എന്താണ് ദില്ലിയിൽ സംഭവിക്കുന്നത്? മധു, മുൻപൊക്കെ തന്നെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ അസാധാരണ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് 2002-ലും 2012-ലുമൊക്കെ തന്നെ ദില്ലി സാക്ഷ്യം വഹിച്ചതുപോലെയുള്ള വലിയ പ്രതിഷേധ കാഴ്ചകൾ പാർലമെന്റിന് ചുറ്റും കാണുകയാണ്. പ്രത്യേകിച്ച് ജന്തർ മന്ദറിൽ നിന്ന് തുടങ്ങി പാർലമെന്റ് സ്ട്രീറ്റിലൂടെ വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ ഒക്കെ തന്നെ ഒഴുക്കാണ് പാർലമെന്റിലേക്ക്. പാർലമെന്റിൽ ഈ ഒരു മാർച്ച് നടക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ജന്തർ മന്ദറിലായിരുന്നു സമരം. ഇന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്ന ദിവസമാണ്. ആ ദിവസത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധ കാഴ്ച പാർലമെന്റിന് ചുറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രതിഷേധക്കാരെ നേരിടാൻ ഇപ്പോൾ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നു. പാർലമെന്റിന്റെ കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അശോക സ്തംഭമുള്ള പാർലമെന്റിന്റെ കവാടത്തിലെ പ്രധാന ഗേറ്റിലേക്കാണ് ഈ പ്രതിഷേധക്കാർ എത്തിയത്. ഇത് റെയിൽ ഭവന് തൊട്ടടുത്തുള്ള റോഡാണ്. അവിടെ പാർലമെന്റിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ്. അവിടേക്ക് പ്രതിഷേധക്കാർക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. സാധാരണ പാർലമെന്റ് മാർച്ച് നടക്കുമ്പോൾ ഇത്രയും അടുത്തുവരെ പ്രതിഷേധക്കാർക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അനുമതി നൽകില്ലായിരുന്നു. പക്ഷേ ഇത്തവണ പ്രതിഷേധക്കാർ പാർലമെന്റിന്റെ തൊട്ടടുത്ത് വരെ എത്തി. പാർലമെന്റിന്റെ അടുത്തേക്ക് വന്ന് പാർലമെന്റ് ഗേറ്റിലേക്ക് തള്ളിക്കയറാൻ വരെ ശ്രമിച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പാർലമെന്റിനകത്തും അസാധാരണ സുരക്ഷാ സംവിധാനങ്ങൾ ഇതേ തുടർന്ന് ഏർപ്പെടുത്തേണ്ടി വന്നു. ഏതായാലും വലിയ സമ്മർദ്ദമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ തുടരുന്നത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പാർലമെന്റിലെ ഓഫീസിൽ ഉന്നതതല യോഗം ചേരുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പങ്കെടുക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന കേന്ദ്രമന്ത്രിമാർ കൂടി ഈ യോഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഇത്രയും ദിവസം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയി, ഈ പ്രതിഷേധങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ യുവാക്കളാകെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ശക്തമായി ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ, പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ തീർച്ചയായും കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിലാണ്, പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് സർക്കാർ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന തരത്തിലേക്ക് ചർച്ചകൾ നീങ്ങുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയാണ് പാർലമെന്റിന് ചുറ്റും. ഇപ്പോഴും പലയിടങ്ങളിലും ലാത്തി ചാർജ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. ജന്തർ മന്ദറിലാണെങ്കിൽ അവിടെ സമരം നടത്തിയ സമരക്കാരെ അവിടെ ബാരിക്കേഡ് വെച്ച് പ്രത്യേകമായി തിരിച്ചൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ആ പ്രതിഷേധക്കാരും പാർലമെന്റ് പരിസരത്തേക്ക് നീങ്ങുന്നുവെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇതോടുകൂടി യുവാക്കളുടെ ഒരു വലിയ പ്രതിഷേധ മേഖലയായി പാർലമെന്റിന് ചുറ്റുള്ള റോഡുകളൊക്കെ തന്നെ മാറുകയാണ്. വിജയ് ചൗക്ക് മാറുകയാണ്, പാർലമെന്റ് സ്ട്രീറ്റ് മാറുകയാണ്. അങ്ങനെ പ്രതിഷേധങ്ങളെ നേരിടാൻ പോലീസും കേന്ദ്രസേനയും ഒക്കെ തന്നെ
കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണേണ്ടി വരുന്നു. സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ പാർലമെന്റിന് മുന്നിൽ. ബാരിക്കേഡുകൾ മറികടന്ന് ഇതാ ഇപ്പോൾ പാർലമെന്റിന് തൊട്ടടുത്തുള്ള ഗേറ്റിലേക്ക് പ്രതിഷേധക്കാർ നീങ്ങുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അപ്പോൾ വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാവിലെ മുതൽ തന്നെ പ്രതിഷേധക്കാർ പാർലമെന്റ് കവാടത്തിലേക്ക് മാർച്ചുമായി എത്തിയിരുന്നു. അവരെ പിന്നീട് ആദ്യം പോലീസ് ലാത്തിചാർജ് നടത്തി, കണ്ണീർ വാതകം പ്രയോഗിച്ച്, അവരെ ജലപീരങ്കി ഉപയോഗിച്ച് അവരെ തുരത്താൻ ശ്രമിച്ചു. എങ്കിലും കൂടുതൽ പ്രതിഷേധക്കാർ ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതായാലും ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ യുവാക്കളുടെ വലിയൊരു മുന്നേറ്റമായി പാർലമെന്റ് പരിസരത്ത് ഈ CJP പ്രതിഷേധം മാറുകയാണ്. വലിയ സംഘർഷാവസ്ഥയാണ് പാർലമെന്റിന് ചുറ്റും ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ തുരുതുര കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സ്ഥിതിയുമൊക്കെ തന്നെയുണ്ട്. മാധു.